क्लास में आप सबका स्वागत है। आज हम कक्षा 7वीं की हिंदी सीखेंगे। ഇക്കായി 2 അൻമോൾ ഖസാന. ഇതിൻ്റെ അകത്തെ അൻമോൾ ഖസാന എന്ന കഥ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് അഭ്യാസ് കാര്യ അല്ലെങ്കിൽ വർക്ക്ഷീറ്റ് ആണ്. നമുക്കിന്ന് ഘട്നായെ ലിഖേ എന്ന വർക്ക്ഷീറ്റ് ഭാഗം മനസ്സിലാക്കി പഠിക്കാം. നമ്മൾ ഓൾറെഡി ഇക്കായി 2 അൻമോൾ ഖസാന എന്ന കഥ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ആ കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇനി അതിനുശേഷം തന്നിരിക്കുന്ന എക്സസൈസസ് അല്ലെങ്കിൽ അഭ്യാസ് കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഘട്നായെ ലിഖേ. എന്താണ് ഘട്നായെ? ഘട്നായെ എന്ന് പറഞ്ഞാൽ സംഭവ വികാസങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ക്രമമായിട്ട് എഴുതുക. സംഭവങ്ങൾ ക്രമമായിട്ട് എഴുതുന്നതിന് മുമ്പായിട്ട് നമ്മൾക്ക് ഹിന്ദിയിലൊന്ന് ഈ കഥയിൽ വന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളൊന്ന് വരി വരിയായി ഒന്ന് പറഞ്ഞു നോക്കാം. ആദ്യത്തെ ഘടന അല്ലെങ്കിൽ സംഭവം. വിക്രം ढेर सारा धन कमाना चाहता था. വിക്രം ढेर सारा നിറയെ ധനം സമ്പാദിക്കാൻ ആഗ്രഹിച്ചു. अपने मित्रों से ढेर सारा धन कमाने का उपाय पूछा. അവൻ അവന്റെ കൂട്ടുകാരോട് നിറയെ ധനം സമ്പാദിക്കാനുള്ള ഉപായം ചോദിച്ചു. रास्ते में एक किसान से उसने यही सवाल पूछा അല്ലെങ്കിൽ यही प्रश्न पूछा. വഴിയിൽ കണ്ട കർഷകനോട് അവൻ ഇതേ ചോദ്യം തന്നെ ചോദിച്ചു. ഏത് ചോദ്യമാണ് ചോദിച്ചത്? कौन सा सवाल पूछा? विक्रम ने किसान से क्या पूछा? विक्रम ने किसान से ढेर सारा धन कमाने का उपाय क्या है यह पूछा. किसान ने विक्रम से विश्वनाथ से मिलने को कहा. किसान കർഷകൻ വിക്രമിനോട് വിശ്വനാഥിനെ പോയി കാണാൻ പറഞ്ഞു. विश्वनाथ ने विक्रम को अपने शरीर के अंग बेचने का उपाय बताया. വിശ്വനാഥ് എന്താണ് പറഞ്ഞത്? വിക്രമിനോട് തന്റെ ശരീരത്തിലെ അംഗങ്ങൾ വിൽക്കാൻ, അങ്ങനെ ധനം സമ്പാദിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. विक्रम ने अपने शरीर के अंगों को बेचने से मना कर दिया. വിക്രം തന്റെ ശരീരഭാഗങ്ങൾ വിൽക്കുന്നതിനോട് നോ പറഞ്ഞു. പറ്റില്ല, ഞാനത് വിൽക്കില്ല എന്ന് പറഞ്ഞു. विश्वनाथ ने विक्रम को मेहनत करने को कहा. उसने उसे समझाया, विक्रम को समझाया कि मेहनत का फल मीठा होता है. വിശ്വനാഥ് വിക്രമിനോട് പരിശ്രമം ചെയ്യാൻ പറഞ്ഞു. പരിശ്രമത്തിന്റെ ഫലം മധുരതരമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. വിക്രം കി ആഖേ ഖുൽ ഗയി. വിക്രമിന് ഇതാണ് ശരിയെന്ന് മനസ്സിലായി. ആഖേ ഖുൽന എന്നാൽ ഹോഷ് മേ ആന, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾക്ക് ബോർഡിൽ ഇതേ കാര്യങ്ങളൊന്ന് എഴുതി മനസ്സിലാക്കി നോക്കാം. കഹാനി സേ ഘട്നായെ ക്രമ സേ ലിഖേ. കഥയിൽ നിന്നുള്ള സംഭവങ്ങൾ ക്രമമായി എഴുതുക. ആദ്യത്തെ ഘട്ന. വിക്രം ढेर सारा धन कमाना चाहता था. വിക്രം നിറയെ ധനം സമ്പാദിക്കാൻ ആഗ്രഹിച്ചു. मित्रों से जल्दी धन कमाने का उपाय पूछा. തന്റെ സുഹൃത്തുക്കളോട് വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ വേഗത്തിൽ ധനം സമ്പാദിക്കാനുള്ള ഉപായം ചോദിച്ചു. रास्ते में एक किसान से यही प्रश्न पूछा. വഴിയിൽ കണ്ട ഒരു കർഷകനോട് ഇതേ ചോദ്യം തന്നെ ചോദിച്ചു. किसान ने विश्वनाथ से मिलने को कहा. കർഷകൻ വിശ്വനാഥ് എന്ന ഒരു സജ്ജൻ വിശ്വനാഥിനെ പോയി കണ്ടുമുട്ടാൻ പറഞ്ഞു. മില്ല എന്നാൽ കണ്ടുമുട്ടുക, മില്ല എന്നാൽ കിട്ടുക എന്നും അർത്ഥമുണ്ട്. വിശ്വനാഥിനെ ശരീർ കെ അംഗ് ബേച്ച്നെ കോ കഹാ. വിശ്വനാഥ് തന്റെ ശരീര ഭാഗങ്ങൾ വിൽക്കാൻ പറഞ്ഞു. विक्रम ने अपने शरीर के अंग बेचने से मना कर दिया. വിക്രം തന്റെ ശരീരാവയവങ്ങൾ വിൽക്കാൻ നിരസിച്ചു. മനാ കർണ എന്നാൽ നിരസിക്കുക. विश्वनाथ ने विक्रम को
मेहनत करने का उपदेश दिया. വിശ്വനാഥ് വിക്രമിനോട് എന്ത് പറഞ്ഞു? മെഹനത് കർനെ കാ ഉപദേശ് ദിയ. മെഹനത്ത് എന്നാൽ പരിശ്രമിക്കാനുള്ള ഉപദേശം നൽകി. വിക്രം की आंखें खुल गई. വിക്രം की आंखें खुल गई. എന്തിനാണെന്നറിയാമോ ഈ സെന്റൻസ് മാത്രമായിട്ട് ഞാൻ എടുത്തെഴുതിയിരിക്കുന്നത്? ഇവിടെ ഒരു ഭാഷാ ശൈലി പ്രയോഗിച്ചിരിക്കുന്നു. ആ ശൈലിക്ക് എന്താണ് പറയുന്നതെന്ന് ആദ്യം പറയട്ടെ. മുഹാവരെ. ഹിന്ദിയിലെ മുഹാവരെ എന്നത് ഇംഗ്ലീഷിലെ ഇഡിയംസിന് സമമാണ്. ഇവിടെ മുഹാവരയായിട്ട് വന്നിരിക്കുന്നത് എന്താണ്? ആഖേ ഖുൽ ഗയി എന്നുള്ളത്. ആഖേ എന്ന് വെച്ചാൽ കണ്ണുകൾ തുറന്നു. വിക്രമിന്റെ കണ്ണുകൾ തുറന്നു എന്ന് പറഞ്ഞാൽ വിക്രം അതുവരെ കണ്ണടച്ച് നടക്കുകയായിരുന്നെന്നും പെട്ടെന്ന് അവന്റെ കണ്ണങ്ങ് തുറന്നു എന്നാണോ അതിന്റെ അർത്ഥം? അല്ല, മറിച്ച് വിശ്വനാഥ് മെഹനത്ത് അല്ലെങ്കിൽ പരിശ്രമത്തിന്റെ ഗുണങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തപ്പോൾ കാര്യമെല്ലാം വ്യക്തമാകുകയും പരിശ്രമിക്കുന്നത് കൊണ്ട് ധനം സമ്പാദിക്കാൻ സാധിക്കുമെന്ന് വിക്രമിന് മനസ്സിലാകുകയും ചെയ്തു. അതാണ് ഇവിടെ ആഖേ ഖുൽഗയി എന്ന പ്രയോഗം കൊണ്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇതിന്റെ അർത്ഥം നമുക്കൊന്ന് എഴുതാം. ഹോഷ് മേ ആന, അറിവ് വെക്കുക, അല്ലെങ്കിൽ സബ് കുച്ച് സമജ് ആന, എല്ലാം മനസ്സിലാകുക. ഇത്രയും മനസ്സിലായി കാണുമല്ലോ. അടുത്ത ക്ലാസ്സിൽ കിസ്നെ കഹ എന്ന അഭ്യാസ് കാര്യം നമുക്ക് ചെയ്യാം. അതുവരേക്കും ധന്യവാദ്. घटनाएं लिखें. विक्रम ढेर सारा धन कमाना चाहता था. मित्रों से जल्दी धन कमाने का उपाय पूछा. रास्ते में एक किसान से यही प्रश्न पूछा. किसान ने विश्वनाथ से मिलने को कहा. विश्वनाथ ने शरीर के अंग बेचने को कहा. विक्रम ने अपने शरीर के अंग बेचने से मना कर दिया. विश्वनाथ ने विक्रम को मेहनत करने का उपदेश दिया. विक्रम की आंखें खुल गई.